മാക്സ് ഫോർ യു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് തപാൽ വിശേഷത്തെക്കുറിച്ചാണ്. സ്വന്തം ചിത്രം അച്ചടിച്ച സ്റ്റാമ്പുകൾ പുറത്തിറക്കാനുള്ള പ്രത്യേക സൗകര്യം ഇപ്പോൾ ഇന്ത്യൻ തപാൽ വകുപ്പിനുണ്ട്. മൈ സ്റ്റാമ്പ് എന്നാണ് പദ്ധതിയുടെ പേര്. പണ്ടുകാലത്തെ ഈജിപ്തുകാർ കളിമണ്ണിലാണ് കത്തുകൾ എഴുതിയിരുന്നെങ്കിൽ കല്ലിലും ഇലയിലുമൊക്കെ സന്ദേശമെഴുതി കൈമാറുന്ന രീതി പണ്ട് ഇന്ത്യയിലും നിലവിലുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത രാജാവ് സന്ദേശങ്ങൾ അയക്കാൻ പ്രാവുകളെ പരിശീലിപ്പിച്ചിരുന്നു. അടുത്ത കാലം വരെ പ്രാവുകളെ ഉപയോഗിച്ച് സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഒറീസ അല്ലെങ്കിൽ ഒഡീഷ. 2002 അവിടുത്തെ പ്രാവു തപാൽ നിർത്തലാക്കി. പ്രാവുകളെ മാത്രമല്ല, നായയെയും പൂച്ചയും ഒക്കെ ഒരു കാലത്ത് തപാൽ ശിപായിമാരായി ഉപയോഗിച്ചിരുന്നു. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റും തപാൽ വിതരണത്തിനായി ഒട്ടകങ്ങളെ ആശ്രയിക്കാറുണ്ട്. ഇംഗ്ലണ്ടിലെ ശിപായിമാർക്ക് പണ്ട് ബെൽമാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കത്തുമായി മണികിലുക്കി നടന്നതുകൊണ്ടാവാം ആ പേര് കിട്ടിയത്. തപാൽ ശിപായിക്ക് ബെൽമാൻ, പോസ്റ്റ് ബോയി എന്നീ പേരുകൾക്ക് പകരം പോസ്റ്റ്മാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഇംഗ്ലണ്ടിലെ പോസ്റ്റ് മാസ്റ്റർ ജനറലായിരുന്ന ഫോസറ്റാണ്. കുട്ടികളെ തപാൽ വഴി അയക്കുന്ന രീതി അമേരിക്കയിൽ നിലനിന്നിരുന്നു. തീവണ്ടിക്കൂലിയും മറ്റും ലാഭിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ കുട്ടികളെ പാഴ്സൽ പോസ്റ്റ് വഴി സുരക്ഷിതമായി അയക്കുമായിരുന്നു. കുട്ടികൾ തപാൽ ഉരുപ്പടികളല്ല എന്ന് പറഞ്ഞ് 1920 പോസ്റ്റൽ വകുപ്പ് ഈ രീതി നിർത്തലാക്കി. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.